ഹലോ ഗായ്സ്, സവിതാണ് എസ്കോബാർ ജൂനിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിജയ് ദേവരകൊണ്ടയുടെ പുതിയ സിനിമയായ കിങ്ഡം എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം മലയാളം ടീസർ വന്നിട്ടില്ല, തമിഴ് ട്രെയിലറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ട്രെയിലർ കാണാം. ஆபரேஷனுக்காக நீ அண்டர் கவர் ஸ்பையா மாறணும். உன் அம்மாவை, வீட்டை, வேலைய, ஊரை எல்லாத்தையும் மறந்துடணும். நீ கால் வைக்க போற புது உலகம் நீ மீட் பண்ண போற மனுஷங்க நீ சந்திக்க போற சிச்சுவேஷன் ரொம்ப ரிஸ்கி ஆபரேஷன் சூரி. சிவா, நீ ஸ்பையா போக போற கேங்குக்கு லீடர். அண்ணன் இங்க மோஸ்ட் வாண்டட் கிரிமினல், ஸ்மக்லர். உனக்கு வேணா கடவுளா இருக்கலாம், உண்மையிலே அவன் ஒரு ராட்சசன். வேணும்னா அவனுக்காக மொத்தத்தையும் கொடுத்துருவேன் சார். நான் இன்னைக்கு வாழ்வா சாவான்னு இந்த 5 நிமிஷத்துல தெரிஞ்சிடும். புதுசா தானே வந்திருக்கிறேன், இங்க சில ரூல்ஸ் இருக்குது. யுத்தம் இப்போதான் தொடங்கி இருக்கு. I think இந்த மண்ணிலேயே ஏதோ பிரச்சனை இருக்கு. மனுஷங்களை கூட ராட்சசர்களா மாத்திடுது. இப்ப அவ என்னடானா இந்த ராட்சசர்களுக்கெல்லாம் ராஜாவாயிட்டான். അപ്പോൾ ഗൈസ്, കിങ്ഡം കൊള്ളാം. ടീസറും ട്രെയിലറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റേ ടീസറിനകത്ത് നല്ല ക്രൗഡായിട്ട് നല്ല ബഹളമുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയുടെ ഒരു രീതിയിലായിരുന്നു നമ്മൾ ടീസർ കണ്ടപ്പോൾ നമുക്ക് അതിന് മനസ്സിലായത്. ഇതിപ്പോൾ സാധാ ഒരു സ്പൈ ആയിട്ടൊരു ജയിലിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ചേട്ടനെ കണ്ട് പിന്നെ ചേട്ടൻ പാസ്സാവും, ആ ഒരു മോഡിലായി സിനിമ പോകുന്നതെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം സ്പൈ ആയിട്ട് പോയിട്ട് അവസാനം ചേട്ടന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ള രീതിയിലാവും. അതാണ് സംഭവം സിനിമ. ട്രെയിലർ കണ്ടപ്പോഴേ നമുക്ക് ഏകദേശം കഥകളൊക്കെ മനസ്സിലാവും. അപ്പം കൊള്ളാം. പക്ഷേ അതിനകത്ത് വരുന്ന BGM, അനിരുദ്ധിൻ്റെ BGM മോനെ ഒരു രക്ഷയില്ല, വേറെ സാധനം. ആ ട്രെയിലറിൻ്റെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് ആ സോങ് ഇത് കേൾപ്പിക്കുന്നുണ്ട്. അത് കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇനി സിനിമ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് കൂടുതൽ അറിയാം. അപ്പം ജൂലൈ 31-ാം തീയതിയാണ്, അതായത് ഈ മാസം 31-ാം തീയതിയാണ് സിനിമ റിലീസാവുന്നത്. അപ്പോൾ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പം അടുത്ത വീഡിയോയുമായി അടുത്ത വട്ടം കാണുന്നവരെ